ഞാൻ എന്റെ ഒരു പ്രേതാനുഭവം പറയാം. ഞാൻ ഇവരോട് പറയാണ്, ഇവർക്ക് ആർക്കെങ്കിലും അതിന്റെ വസ്തുത പറയാൻ കഴിഞ്ഞാൽ ഞാൻ ഇവർ പറയുന്നത് അംഗീകരിക്കാം. എന്റെ ഒരു അനുഭവമാണ്, ജീവിതത്തിൽ നടന്ന കാര്യമാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അപ്പൊ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് രാത്രിയാണ് കൂടുതൽ സമയത്ത് ഓട്ടോ ഓടിക്കുന്നത്. അപ്പൊ ഒരു ദിവസം രാത്രി ഒരു 11:55, സമയം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. 11:55 പെട്ടെന്ന് ഞാൻ മുമ്പ് പഠിച്ച സ്കൂളിന് അടുത്തുള്ള ഒരാള് പെട്ടെന്ന് സ്കൂളിന് മുന്നിൽ വന്ന് ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്നു. രാത്രിയാണ്, ഇന്നത്തെ പോലത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല, ഒരു 10-15 വർഷം മുന്നത്തെ കഥയാണ്. അപ്പൊ ഇത് വന്ന് നിർത്തുന്നു, ഞാൻ നിൽക്കുന്നു. അയാൾ എന്നോട് പറഞ്ഞു ഇന്ന സ്ഥലത്തോട്ട് പോകണം. അപ്പൊ അവിടെ ഒരു നെല്ലിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നെല്ലിക്കാടാണ്. പിന്നെ കുറച്ച് ഭാഗം കഴിഞ്ഞാൽ വെറും പറങ്കി നമ്മുടെ ഈ കശുമാവിൻ തോട്ടങ്ങളാണ്. പോകുന്ന വഴിക്ക് 2 സ്ഥലങ്ങളിൽ മാത്രമാണ് വീടുകളുള്ളത്. അതിൽ ഒരു സ്ഥലത്തേക്കാണ് ഇയാൾ പറയുന്നത്. ഇപ്പൊ രാത്രി 11:55 ഇയാൾക്ക് എന്ത് കാര്യം എന്നാലോചിച്ചു. വണ്ടി ഓട്ടം കിടന്നാലേ ശരി കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ വണ്ടി തിരിച്ച് ആ വഴി പോയി. ഈ പറഞ്ഞ ആള് ഇറങ്ങുന്ന സ്ഥലത്തിയിട്ട് ആളൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ കുറച്ചുകൂടി മുന്നിലോട്ടായിരിക്കും, അടുത്തൊരു സ്ഥലം കൂടി ഉണ്ടല്ലോ. അങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് ഒരു കുട്ടി ഓടി വന്ന് വണ്ടി കൈ കാണിച്ചു. രാത്രി 12 മണിക്കാന്ന് ആലോചിക്കണം. സാധാരണ ഇതിലൊരു 7 വയസ്സുള്ള കുട്ടി ആ സമയത്ത് അങ്ങനെ കാണില്ല. അവിടെ കൈ കാണിച്ചു. അപ്പൊ വണ്ടിയിൽ ആളിരിക്കല്ലേ. ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി. ആ ഉള്ളിൽ പല കഥകൾ ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. എന്തിനാണ് ഇയാൾ ഇപ്പൊ എങ്ങനെ പോകുന്നത് ഈ രാത്രി? ഈ കുട്ടിയെ ഈ സമയത്ത് ഇവിടെ വന്നു. പല കാര്യങ്ങളും പിന്നെ അതിന് കൂടെ നമ്മൾ കേട്ട് പരിചയിച്ച കുറെ കഥകളുണ്ട്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കാടിന്റെ പ്രദേശത്തോട്ട് പോവാണ്. അപ്പൊ എനിക്ക് പേടിയാവാൻ തുടങ്ങി. കാരണം ഇത് ഒരാൾ എന്നെ കൂടെ പോകണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല എവിടെ ഇറങ്ങേണ്ടത് ചോദിച്ചു. ഞാൻ വണ്ടിയിൽ നോക്കുമ്പോൾ ആളെ കാണാനില്ല. ആൾ വണ്ടിയിലില്ല. അപ്പൊ ഞാൻ പിന്നെ തിരിച്ചു വരാനും പേടി, മുന്നോട്ട് പോകാനും പേടി. അപ്പം ആകെ ഒരു ആശ്രയം, ഓടി വന്ന കുട്ടി വീട് ലൈറ്റ് വിളക്കാണ്. അപ്പൊ ഞാൻ തിരിച്ചു വന്ന് ആ വീടിന്റെ അവിടെ നിർത്തിയിട്ട് ഹോൺ അടിച്ചപ്പോ ഒരു അച്ഛൻ ഇറങ്ങി വന്നു. എന്താ സംഭവം എന്ന് വെച്ചു. അത് കുട്ടി ഇങ്ങനെ കൈ കാണിച്ചല്ലോ. അതവൻ തമാശ എന്തെങ്കിലും കാണിച്ചായിരിക്കുന്നത്. ഇയാളും കയറി അങ്ങ് പോയി. പിന്നെ ഞാനും വിജനമായ ഒരു സ്ഥലത്ത് ഇരുട്ടും ഒറ്റയ്ക്ക് തിരിച്ച് ഞാൻ ഒരു തരത്തിലാണ് തിരിച്ച് ഓട്ടോ ഇടുന്ന സ്റ്റാൻഡിലേക്ക് എത്തിയത്. ഇതെന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഇന്നും അജ്ഞാതമാണ് പല ആളുകൾക്കും. അപ്പൊ ഇതെന്താണ് ആർക്കെങ്കിലും ഈ ആത്മീയമായിട്ടുള്ള വാദികൾക്ക് അല്ല അത് നമുക്ക് നോക്കാം. ഇവരൊന്ന് പറഞ്ഞു തന്നാൽ അത് വളരെ ഉപകാരപ്പെടും. ഇദ്ദേഹം തന്നെ അതിനൊരു ഉത്തരവും നേരത്തെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനുശേഷം രസകരമായ തമാശ നിറഞ്ഞ ഒരു സാധനം പറഞ്ഞ് ക്ലൈമാക്സ് പൊട്ടിക്കുന്ന ഒരു സാധനം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. എന്താണ് ഒത്തില്ല ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക.